ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വെക്കേഷൻ ടൈമായി. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് സൂവിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പുത്തൂരിലില്ലേ, അവിടുത്തെ സൂവിലേക്ക് ഒന്ന് പോകാൻ നോക്കി. ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് നല്ല ത്രില്ലായിരുന്നു. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഫീല്. പക്ഷേ എൻട്രൻസ് ഉള്ളിൽ എല്ലാം കണ്ടപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പാണെന്ന് മനസ്സിലായി. വലിയ ഇഷ്ടമായി. ആ നടവഴിയൊക്കെ കണ്ട നല്ല രസമുണ്ടായിരുന്നു നടക്കാനൊക്കെ. അങ്ങനെ പാർക്കിംഗ് ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇത് കാണാൻ പോവുകയാണെങ്കിൽ വളരെ ക്ഷമ വേണം. കാരണം എന്താ വെച്ചാൽ അത് കാട്ടിലെ വിട്ട പോലെയാണ്. അപ്പം മൃഗങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവരിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് കാണാൻ പറ്റുക. എൻട്രൻസിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഈ ഫോട്ടോ എനിക്ക് വലിയ ഇഷ്ടമായി ഗൈസ്. കാരണം എന്താ വെച്ചാൽ അത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ട താമരക്കുളം അങ്ങനെയൊക്കെ നല്ല ഉള്ളിൽ പോകുന്തോറും നല്ലൊരു ഫോറസ്റ്റ് ഫീലായിരുന്നു നമുക്ക്. അങ്ങനെ കുറച്ചായിട്ട് പോകുമ്പോൾ നല്ല ചൂട്ടത്തായിരുന്നു. അതാണ് ഒരു വിഷമം. ഫസ്റ്റ് ടൈം പോണത് കൊണ്ടേ നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ആരെങ്കിലും പോവുകയാണെങ്കിൽ, വെയിലത്ത് പോവുകയാണെങ്കിൽ ദയവായി കൊട അല്ലെങ്കിൽ തൊപ്പി എന്തെങ്കിലും ഉപയോഗിച്ചോളൂ. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ പോയ വഴിക്ക് ക്രോക്കട്ടൈലിനെയാണ് കണ്ടത്. ആൾ പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. പിന്നെ എൻട്രൻസിൽ തന്നെ കണ്ട ആൾ കിടക്കണ കണ്ട. പിന്നെ എൻട്രൻസിൽ തന്നെ അവരെന്താ പറയുക വെച്ചാൽ, നമ്മൾ ഫുൾ നടന്ന് കാണണം. തിരിച്ച് വരുമ്പോൾ മാത്രം ബസ് വരും. ബസ് നിങ്ങളെ വീണ്ടും എൻട്രൻസിലേക്ക് കൊണ്ടുവന്ന് എന്നാണ് പറഞ്ഞത്. പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ചൂടായാലും അവർ ഹാപ്പി ആയിട്ട് നടന്നു. അവർക്ക് മോനെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ലയൺ ടൈഗറൊക്കെ ഇപ്പോൾ കാണാം എന്ന് പറഞ്ഞ് അവർ നല്ല ഫുൾ മോഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ നടന്നു പോയി. അങ്ങനെ ഉള്ളിലേക്ക് പോകുന്തോറും ഞാൻ പറയുക വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ടൈം പോവുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ച് നല്ലോണം പൈസ എടുത്തോളൂ. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് അവിടെ ഐസ്ക്രീമൊക്കെ കഴിക്കാനുണ്ട്. പിന്നെ അതേ കണ്ടില്ലേ, ഞങ്ങൾ കലമാനിനെ കണ്ടു. കലമാൻ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, അധികം പേരില്ല, എന്നാലും കാണാൻ പറ്റി. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതേ കണ്ടില്ലേ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരുടെ ഫുൾ സെറ്റപ്പ്, ഇവരെങ്ങനെയാണ്, ഇവരുടെ പ്രഗ്നൻസി ഏതാണ്, ഇവരുടെ ആയുസ് കാലം എത്രയാണ്, ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ബെറ്റർ ആവും സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് വരുമ്പോൾ. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു പാമ്പുകളൊക്കെ ഉണ്ടോയെന്നേ. പാമ്പുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ ഈ സ്ഥലം ഇപ്പോൾ കാണിക്കുന്ന സ്ഥലം കടന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ ഫുൾ മങ്കീസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. മങ്കീസ് മുഴുവനും കാണാൻ പറ്റിയില്ല, എന്നാലും നമ്മൾ കുറച്ച് പേരൊക്കെ മങ്കീസ് തന്നെ കാണാൻ പറ്റി. ഇപ്പം മങ്കീസിനെ കാണാൻ പോകാനുള്ള ഒരു മൂഡായിരുന്നു. അങ്ങനെ പിള്ളേരെ കൊണ്ടുപോയാൽ നല്ല സെറ്റപ്പായിട്ടാണ്. പോകുമ്പോൾ എന്തായാലും കുടയും തൊപ്പിയൊക്കെ കരുതിക്കോളൂ. അതെ, മങ്കി ഫാമിലി കിട്ടി. അമ്മ കുട്ടീനെ കെട്ടിപ്പിടിച്ചിരിക്കണ പോലെ. അങ്ങനെ പിള്ളേർ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അവർ നല്ല ഹാപ്പി മോഡായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് നടന്നു പോകുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതുപോലെ ലിയോപാഡ് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ലിയോപാഡ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ലിയോപാഡ് ഈ കുരങ്ങന്മാരുടെ ഓപ്പോസിറ്റിൽ തന്നെ ഒരു ഇതായിട്ട് വരും, അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി നമ്മൾ സെറ്റപ്പൊക്കെ നോക്കാൻ നോക്കിയപ്പോൾ ആളെ കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ആൾ ഇത്ര നേരം താഴെ ഉണ്ടായിരുന്നു, ചൂടെടുത്തിട്ട് ആൾ മുകളിൽ പോയിട്ട് കിടക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും നമുക്കതിന് ചൂട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നിട്ട് ഒരാളുടെ ദർശനം കിട്ടി. ടൈഗർ നമുക്ക് കാണാൻ പറ്റി. ടൈഗറും ഈ പറഞ്ഞ പോലെ നല്ല ചൂടത്ത പാവം, കണ്ടില്ലേ, കിതയ്ക്കണ കണ്ടില്ലേ, നല്ല ചൂട്ടത്തായിരുന്നു ആള്. അങ്ങനെ നമുക്ക് പോകാനും പറ്റി, കാണാനും പറ്റി. കുറച്ച് കിടന്നപ്പോൾ ആൾ എനിക്ക് വാക്കിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ നമുക്കത് കാണുമ്പോൾ ഫീൽ ലൈക്ക് ഫോറസ്റ്റ് അങ്ങനെ നമുക്ക് തോന്നും. പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളും അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല, യൂഷ്വലി നമ്മൾ കേട്ടിട്ട് വരുന്നത് തന്നെ. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടു പോകുമ്പോൾ ലയൺ ഉണ്ടായില്ല എന്ന് പറഞ്ഞവർ, ലയനെ കാണാൻ പറ്റിയില്ല. ലയൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അതും ഉണ്ടായിരുന്നെങ്കിൽ രസമായേനെ. ലിയോപാഡിനെ ഒട്ടും കാണാൻ പറ്റിയില്ല, ആൾ മുകളിൽ പോയി കിടക്കണതുകൊണ്ട്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ നടന്നു. പിന്നെ ഈമു കോഴിയില്ലേ, അതിനൊക്കെ കാണാൻ പറ്റി. പിന്നെ ഓസ്ട്രിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഹിപ്പോപ്പൊട്ടമസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോയി ഹാപ്പി ആയിരുന്നു. കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് കണ്ട് ആ സെറ്റപ്പൊക്കെ. പിന്നെ അവർ ഫുഡ് കഴിക്കണതും കണ്ടില്ലേ, ഈമു കോഴിയാണ് ഇത് കണ്ട, ഈമുവിൻ്റെയാണ്. അവർക്ക് ഫുൾ സെറ്റപ്പും ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരെക്കുറിച്ച് ഡീറ്റെയിൽ എഴുതി വെക്കുമ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ അല്ലേ അതിനൊക്കെ അറിയാനായിട്ട്. അപ്പം അങ്ങനെ ഫുൾ കണ്ടു. നടന്ന് തളർന്ന് വയ്യാണ്ടായി, അങ്ങനെ വേണം പറയാൻ.
ഇതിൽ ഹിപ്പോപ്പൊട്ടാമസ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബസ് വന്ന് ഞങ്ങളെ എൻട്രൻസിലാക്കിയ ശേഷം ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് സോളാറാണ് ഫുള്ള്. അതുകൊണ്ട് കറണ്ടിൻ്റെ ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ